കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ല ചൂട് ഉഴുന്നുവട റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് 200 ഗ്രാമാണ് ഉഴുന്നെടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് ഏകദേശം 2.5 മണിക്കൂർ കുതിർത്ത് വെള്ളമെല്ലാം ഊറ്റി എടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഏകദേശം ഒരു അരമണിക്കൂർ ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചും കൂടെ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് മയമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 സ്പൂണ് നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1-1.5 സ്പൂണ് അരിമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ജീരകം ഇതുപോലെ തന്നെ ചതച്ചെടുത്തതും കറിവേപ്പിലയും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഇവിടെ അപ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കയ്യിൽ എണ്ണ നന്നായിട്ട് തടകിയെടുക്കാം. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയ പാത്രത്തിൽ എണ്ണ തിളക്കി അങ്ങനെയും ഉഴുന്നുവട ഇടാം, അല്ലെങ്കിൽ പിന്നെ ഇലയിൽ, അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു. അപ്പോൾ നമ്മുടെ വട ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോ സൈഡും നമുക്ക് ചെറുതായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് മറിച്ചിടാം. എന്നിട്ട് തിരിച്ചും മറിച്ചുമിട്ട് ഇതിനെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. നല്ല മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മുടെ വട ഇവിടെ റെഡിയാകും. ചൂട് ക്രിസ്പി ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.